ഇൻവൈറ്റ് ചെയ്ത് ഈ ഒരു എന്താ പറയണ്ടേ ഒരു കൊച്ചു കലാലയത്തിലേക്ക് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് കുറച്ച് കാലമായി ക്യാമ്പസിൽ നിന്ന്. കണ്ടാൽ പറയുമോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല രീതിയിൽ നല്ല ഈ ഞങ്ങളുടെ ഇപ്പം ചെയ്യുന്ന റോളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഏജാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ. അപ്പം കലാലയം വിട്ടിട്ട് ഒരുപാട് നാളായി. വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് തന്നെയാണ് ഞങ്ങൾ പഠിച്ചിരുന്ന കോളേജിൽ. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അവിടെയും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഒരു ഫെസിലിറ്റീസും ഇല്ല. ഞങ്ങൾ ശരിക്കും ചെല്ലുമ്പോൾ ഒരു ആസ്ബെറ്റോസ് ഷീറ്റ് ഇട്ട് ഫെസിലിറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ഉണ്ടോ? ഇല്ല. ഫെസിലിറ്റീസ് ഒരു പേപ്പറിലങ്ങനെ 3 ബിൽഡിംഗ് ഉണ്ട്. 3 ആസ്ബെറ്റോസ് ഷീറ്റ് ഇട്ടിട്ട് ഒരു കോളേജാണ്, എഞ്ചിനീയറിംഗ് കോളേജാണ്. ആലോചിച്ച് നോക്കുക. അവിടെ നിന്ന് തുടങ്ങി ഇന്നത് കുഴപ്പമില്ല, ഇപ്പൊ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതുകൊണ്ട് അത്യാവശ്യം പഠിക്കുന്ന പിള്ളേരെല്ലാം കയറി. പിന്നെ സപ്ലികളുടെ എണ്ണം, സപ്ലി ഉണ്ടോ അവിടെ? ഉണ്ടോ? എത്രയൊക്കെ വെച്ച് ഉണ്ടെന്ന് ചോദിക്കുന്നില്ല. എല്ലാവരും നമ്മളെ പോലെ വിചാരിക്കുന്നു. എനിക്ക് കൂടുതൽ പ്രസംഗിച്ച് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. കാരണം എല്ലാ കോളേജിലും എന്നെ വിളിക്കാറില്ല, ജെയിംസ് അലീനെയാണ് മിക്കപ്പോഴും വിളിക്കാറ്. ഞാൻ എപ്പോഴും പറയും എന്നെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ സംസാരിക്കാം എന്നുള്ളത്. എന്നാൽ ജെയിംസ് അലിയെ കൊണ്ടുപോകാറില്ല. ഇത് ഒരുപാട് സംസാരിച്ച് വഷളാക്കുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കോളേജ് ഡേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുന്ദരിമാർ ഒന്നും കൂടെ സുന്ദരിമാരാകും. സുന്ദരന്മാർ അതിലേറെ സുന്ദരന്മാരാവാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടെയാണ്. എല്ലാവർക്കും എൻ്റെ നന്മകൾ നേരുന്നു. ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കേട്ടില്ല. ഇവിടെ ഇരിക്കുന്നതല്ലേ, ചോദിച്ചാൽ പോരെ? സീരിയല് തിരിച്ചു വരുമെന്നുള്ളത് ശരിക്കും രഞ്ജു തിരിച്ചു വരില്ലേ? ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും തിരിച്ചു വരും. ജെയിംസ് തിരിച്ചു വരും. ജെയിംസ് ഇല്ലാതെ നമുക്ക് എന്താ ഒരു 5 ഫിംഗേഴ്സ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജെയിംസ് തിരിച്ചു വരും. നിങ്ങൾ കാണുക. ഇപ്പം സമയത്തിന് ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എങ്കിലും ഞങ്ങളെ കൈവിടാതെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സീരിയൽ കാണുക. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആർക്കും ഒന്നും ചോദിക്കാനില്ല. ചേട്ടന്മാരെ ആർക്കൊന്നും ഇല്ലേ? എത്ര വയസ്സുണ്ട്? ആഹാ, കല്യാണാലോചിക്കാനാണോ? ഒരു നിയറിംഗ് ടു 25 to 30 ഇടയിലാകാം. കല്യാണം കഴിഞ്ഞിട്ടില്ല. കേട്ടില്ല. ലവർ. ഇന്ന് വാലന്റൈൻ ഡേ അല്ലേ? സോറി, മറന്നുപോയല്ലേ. വാലന്റൈൻ ഇല്ലാത്തവരൊന്ന് കൈവയ്ക്കേ. ഇന്നിപ്പോ എല്ലാരും പോക്കും. എത്ര പേർക്ക് റോസ് കിട്ടി? അതുമില്ല. ഇതിന്റെ ഡ്രസ് കോഡിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ഈ ഫ്രീ ആണോ അങ്ങനത്തെ ഒക്കെ ഉള്ളത്? അതെങ്ങനെയാ? ഞങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്നതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? വേറെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? നിങ്ങളുടെ കോളേജിലെ സ്റ്റുഡൻസ് ഒന്നും ഒട്ടും എനർജറ്റിക് അല്ല. എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇവിടെ നിൽക്കണേന്ന് പറയുന്നു. ശരിയാണ്. ദീപ ആര് കല്യാണം കഴിക്കും? ഈ ശൈശവ വിവാഹം നിർത്തിയത് കൊണ്ട് അതിന് വകുപ്പില്ല. ദീപയുടെ നമ്പർ തരാം, കുഴപ്പമൊന്നുമില്ല. ശരി, ഇനി വേറെന്തെങ്കിലും ആർക്കൊന്നും ചോദിക്കാനില്ല? ഈ കോളേജിനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? നിങ്ങൾ തന്നെയല്ല അതിന് ഉത്തരം പറഞ്ഞാൽ പോരെ? കുഴപ്പമില്ല. ചോദിച്ചു. പ്രൊഡ്യൂസറിനോട് കാശ് കൂടുതൽ ചോദിച്ചിട്ടുണ്ടല്ലോ. ഒരു കഥാപരമായിട്ട് വന്നപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ആവശ്യം വന്നു, അങ്ങനെ ചേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. പ്രിൻസിപ്പാൾ ഉണ്ടോ ഇവിടെ? കണ്ടില്ല സർ. പ്രിൻസിപ്പൽ ഇല്ലേ? പ്രിൻസിപ്പളിന് സസ്പെൻഷൻ ആക്കിയോ? എല്ലാ കോളേജിലും അങ്ങനെയൊക്കെ തന്നെയാണ്.
മറ്റൊന്നുമില്ല. നിങ്ങൾക്ക് ലേഡീസ് സൈഡിൽ ഒന്നും ചോദിക്കാനില്ല? എല്ലാം മണ്ടന്മാരാണ്. കേട്ടില്ല? ഒരു ചാൻസ് തരാൻ പോന്നോ? എന്തിനാ? അഭിനയിക്കാനാ? ഞങ്ങളെ അവിടെ കിടന്ന് തത്തത്തെ അടിക്കുന്നേ. എനിക്ക് ഒന്നും ചോദിക്കാനില്ലെന്ന് വിശ്വസിക്കുന്നു. എന്താ സീരിയലിന് അവസാനോ? അത് പറയാൻ പറ്റാത്തൊരു കാര്യമാണത്. അതിങ്ങനെ റേറ്റിംഗ് എന്ന് പറയും തുടരുന്നു. യെസ്, റേറ്റിംഗ് ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും സീരിയൽസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ ബേസ് ലൈൻ ആയിട്ട് ഇട്ടിട്ട് സിറ്റുവേഷൻസ് അനുസരിച്ച് അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് സപ്ലികളുടെ എണ്ണം കൂടുന്ന പോലെ. രാഹുലിനെയും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ശരിക്കും ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുക, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ ആണ് ഇവിടേക്ക് വന്നത്. വേറൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് ഇത്തരത്തിൽ നിങ്ങളുമായിട്ട് എന്താ പറയുക സംസാരിക്കാൻ കഴിഞ്ഞാൽ. ഇവിടെ വരെ വന്ന് ഇത്രയും നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള കോളേജിൽ പഠിക്കാൻ സാധിച്ചാൽ ഒരുപാട് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ശരി, എനിവേ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ വിളിച്ചതിന്. നിങ്ങൾ എന്താ ഫിലിമിലേക്ക് എന്താണ് എൻട്രി? അത് ശരിക്കും നമ്മൾ ഈ സീരിയലിനെ പോലെയല്ല. അവിടെ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. ഞങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള റോളിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ എന്നും സ്വപ്നത്തിൽ കാണുന്ന ആൾക്കാർ തന്നെ ഉണ്ട് അവിടെ. അപ്പം സ്വാഭാവികമായിട്ടും എൻട്രിക്ക് ഞങ്ങൾക്ക് പറ്റിയ റോൾ വരുമ്പോൾ തീർച്ചയായിട്ടും സീസറിനുള്ളത് സീസറിനൊന്നും അറിയത്തില്ല. അതുപോലെ ഓക്കെ, താങ്ക് യു സോ മച്ച്.